ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ ടോപ്പിക്ക് പ്രത്യേകിച്ച് ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ മ്യൂസിക് മേക്കിംഗ് ആ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടതൊന്നുമല്ല. പക്ഷേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു തരം ഹ്യൂമൻ റിലേഷൻഷിപ്പ് പോലെ. കാരണം നമ്മൾ മിക്കവാറും ഈ ഒരു സോങ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു മ്യൂസിക് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ആൾക്കാരായിട്ട് കൊളാബ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് പല ക്രിയേറ്റീവ് ആസ്പെക്റ്റുകൾ പല ആൾക്കാരായിട്ടായിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ ഒരുപാട് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻസ് വരും. അപ്പോൾ ആർട്ടിസ്റ്റ് ടു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, വേറെ രണ്ട് ആർട്ടിസ്റ്റുകൾ ഒരു മ്യൂസീഷ്യൻസിനായിട്ട് സംസാരിക്കുന്നത്, മ്യൂസീഷ്യനും പ്രൊഡ്യൂസറും തമ്മിലുള്ള കോൺവെർസേഷൻസ് ഉണ്ടാവും. അതിനിപ്പോൾ രണ്ടാൾക്കാർ ഒരാൾ തന്നെയാണെന്നുണ്ടെങ്കിൽ പോട്ടെ. ഇനി പിന്നെ പ്രൊഡ്യൂസറും എൻജിനീയേഴ്സും തമ്മിലുള്ള കോൺവെർസേഷൻസ്, അതേപോലെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റും എൻജിനീയേഴ്സും തമ്മിലുള്ള കോൺവെർസേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല ഫീഡ്ബാക്കുകളും ഉണ്ടാവും, പലതരത്തിലുള്ള ഐഡിയാസ് ഷെയർ ചെയ്യാനുണ്ടാവും. അങ്ങനെ ആ ഒരു വർക്ക് നടക്കുമ്പോൾ ഒരുപാട് ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസ് വരും. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു വർക്ക് സ്മൂത്തായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാവർക്കും എൻജോയബിളായിട്ട് ഒരു നല്ലൊരു മ്യൂസിക് മേക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻസ് ഭയങ്കര സ്മൂത്ത് ആയിരിക്കണം. അപ്പോൾ അതിനകത്ത് പലപ്പോഴും ഓവർലുക്ക് ചെയ്യപ്പെടുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഇത് ചില ആൾക്കാർക്ക് സെക്കൻഡ് നേച്ചറായിട്ട് അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റീൻ്റെ ഭാഗമായിട്ട് നാച്ചുറലായിട്ട് വരാറുണ്ട്, ചില ഈ പറയാൻ പോണ നല്ല രീതികളും കാര്യങ്ങളും. പക്ഷെ ചില ആൾക്കാർ അതിനെപ്പറ്റി ആലോചിക്കില്ല. എന്തോ അതിനെ പറ്റിയിട്ട് വല്ലാതെ ആലോചിക്കാത്തത് കൊണ്ടോ ആയിരിക്കാം. എല്ലാവരും ഇപ്പോൾ ഭയങ്കര റൂഡായിട്ട് പെരുമാറണം എന്നുള്ളത് മനസ്സിൽ വിചാരിച്ചിട്ടൊന്നും ഇരിക്കില്ല, പക്ഷെ അറിയാതെ ആയിപ്പോണതിരിക്കും. സോ എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ട ചില സ്വഭാവങ്ങളെന്നല്ല ചില കോൺവെർസേഷൻ സ്റ്റൈലുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ അതെങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പറ്റും, അതിന് എങ്ങനെ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും. സോ ഒന്നാമത്തെ കാര്യം, എപ്പോഴും ഫീഡ്ബാക്ക് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ടോണിൽ പറഞ്ഞു തുടങ്ങുക. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പലതരത്തിലുള്ള കൊളാബറേഷൻസിനകത്ത് എൻജിനീയേഴ്സും പ്രൊഡ്യൂസേഴ്സും ആർട്ടിസ്റ്റും മ്യൂസീഷ്യൻസും എല്ലാവരും തമ്മിലുള്ള ഈ കൊളാബറേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഓരോ കൊളാബറേറ്റേഴ്സും ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ഇൻപുട്ടാണ് ആ പ്രൊജക്റ്റിലേക്ക് ഇടുന്നത്. അപ്പോൾ ഈ സാധാരണ പറയുന്ന സമയത്ത് ഈ ക്രിയേറ്റീവ് മനുഷ്യന്മാർ ഭയങ്കര വൾണറബിളാണ്. അപ്പോൾ അവർ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈവൻ വലിയ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണെന്നുണ്ടെങ്കിലും, ഇത് ഹാൻഡ് സിമ്മറൊക്കെ പറഞ്ഞു ഡിസൈൻ പോയിൻ്റ്, അതുകൊണ്ട് ഞാൻ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരെ പറ്റിയിട്ട് പറയുന്നത്. സോ എല്ലാവരും ഒരു ക്രിയേറ്റീവ് സാധനം ചെയ്തിട്ട് ക്ലയൻറ്റിന് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ആരാണോ ഒരാളെ ഏൽപ്പിക്കുന്ന ആ ആൾ, അപ്പോൾ അവർക്ക് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് കുറച്ചൊരു ആങ്ഷ്യസ് ആയിരിക്കും, ഇതെന്താ ആക്സെപ്റ്റ് ചെയ്യുമോ ഇഷ്ടപ്പെടുമോ എന്നുള്ളത്. കാരണം ഇത് ക്രിയേറ്റീവാണ്, ഒരു ജസ്റ്റ് ഇന്ന കാര്യം ഫുള്ളാക്കുക എന്ന് പറഞ്ഞു വരുത്താം, അങ്ങനത്തെ ഒരു സിമ്പിൾ ജോബല്ല. ഇത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കണം, അപ്പോൾ രണ്ടാളുടെ ടേസ്റ്റ് മാച്ച് ആകുമോ എന്നൊക്കെ ഉള്ളൊരു ആങ്സൈറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫീഡ്ബാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മിക്സിനായിക്കോട്ടെ മ്യൂസീഷ്യൻസിൻ്റെ ഇപ്പോൾ ഏതെങ്കിലും ഗിറ്റാർ പാർട്ടോ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് അത് ആർട്ടിസ്റ്റ് ഫീഡ്ബാക്ക് പറയുകയാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഒരു പോസിറ്റീവ് നോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുക. നേരെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടമായി, ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് ബെറ്റർ ആക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നേരെ ഫോൺ എടുത്തിട്ട് അത് ആ ഭാഗം ശരിയായില്ല, അവിടെ ഒന്നും കൂടി നമുക്ക് മാറ്റണം, അത് ഞാൻ ഉദ്ദേശിച്ച മാതിരിയല്ല വന്ന്, അങ്ങനെ പറയാൻ നിൽക്കരുത്. എപ്പോഴും ഒരു സ്മൂത്തായിട്ട് കാര്യങ്ങളിലേക്ക് കിടക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റാർട്ടിങ് തുടങ്ങുക. ആ ടോൺ എനിക്കിഷ്ടമായി, അല്ലെങ്കിൽ ഈ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ നൈസായിട്ടുണ്ട്, അങ്ങനത്തെ ഒരു നൈസായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര അങ്ങനെ ചെയ്യണതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നല്ല മിക്കവാറും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നത്. എപ്പോഴും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള നിങ്ങളിതുവരെ ആലോചിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് ആലോചിക്കുന്നത് നല്ലത്. എപ്പോഴും ഒരു നല്ല ഇതിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പറയുമ്പോൾ ഇപ്പോൾ എന്തിനാ അതിൻ്റെ ആവശ്യം, ഇപ്പോൾ കാര്യം പറയാനുള്ള ഭാഗം മാത്രമായിട്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് എഫിഷ്യൻ്റ് ആവാൻ നോക്കിക്കഴിഞ്ഞാൽ അതല്ല നല്ലതെന്ന് പറയും ചില ആൾക്കാർ. പക്ഷെ അതിനെക്കാട്ടും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഈ ഓരോ ആൾക്കാരോട് നമ്മൾ ഒരു നല്ലൊരു കാര്യം പറഞ്ഞിട്ട് മെല്ലെ നമ്മളെ എന്താണ് കറക്ഷൻ എന്ന് പറയാനുള്ള ഇടത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
നിങ്ങൾക്ക് ഒരു ഗിറ്റാർ പാർട്ട് ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സെക്കൻഡ് വേഴ്സിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ ഇഷ്ടമായില്ല, അപ്പോൾ അതാണ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ കോൾ എടുത്തിട്ട് ആദ്യം, അല്ലെങ്കിൽ ഇത് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം പറയാം, ഓക്കെ എനിക്ക് അവിടെയൊക്കെ ചെയ്തത് നല്ല ഇഷ്ടമായി, ഫസ്റ്റ് ആ ഇൻട്രോ ഒക്കെ അടിപൊളിയുണ്ട്, അങ്ങനെ തുടങ്ങിയതിന് ശേഷം പിന്നെ മെല്ലെ ഒരു ഓപ്ഷനായിട്ട് ഒരു മര്യാദയ്ക്ക് സംസാരിക്കുക. അതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ ഇങ്ങനെ ചെയ്ത് നോക്കിയാലോ, ഇതൊരു കൊളാബറേഷൻ വർക്കാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഐഡിയ ആക്കി നോക്കിയാലോ, എനിക്ക് അങ്ങനെ ബെറ്ററായി തോന്നുന്നുണ്ട്, ഇങ്ങനെ ആക്കി നോക്കിയാൽ, അങ്ങനെയൊക്കെ ഒരു ഓപ്ഷണലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പറയുന്ന ആൾക്കും ആ ചെയ്യുന്ന ആൾക്കാർക്കും. മറ്റേ നേരെ അങ്ങോട്ട് ഒഫൻഡാക്കി അങ്ങോട്ട് പറയരുത്. നേരെ ഈ സെക്കൻഡ് വേഴ്സ് ശരിയായിട്ടില്ല, അത് ഭയങ്കര ബോറായിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ റൂഡായിട്ട് പറയണം എന്നല്ല, എന്നാലും ചില ആൾക്കാർ പെട്ടെന്ന് ആ മിസ്റ്റേക്കുകൾ മാത്രം എടുത്ത് പറയും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒന്ന് അവർ ആ കേൾക്കുന്ന ആൾ പെട്ടെന്നായിട്ട് ഒരു ഡിഫെൻസീവ് ആവും. കാരണം അവർ വൾണറബിളായിട്ടായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടായത്. നിങ്ങൾക്ക് ആ ചെയ്ത വർക്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് തുടങ്ങുക, അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങനെയൊക്കെ നന്നായിട്ടുണ്ട്, നമുക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക് ഇതെത്തിച്ചാലോ എന്നുള്ളൊരു തരത്തിലുള്ളൊരു പ്രൊപ്പോസലായിട്ട് കറക്ഷൻസിനെ അപ്രോച്ച് ചെയ്യുക. രണ്ടാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മ്യൂസീഷ്യനോ പ്രൊഡ്യൂസറോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻജിനീയേഴ്സിനോട് സംസാരിക്കുന്ന സമയത്ത്, മിക്സ് എഞ്ചിനീയർ ആയിക്കോട്ടെ, മാസ്റ്ററിങ് എഞ്ചിനീയർ ആയിക്കോട്ടെ, എന്തിനായിക്കോട്ടെ, നിങ്ങൾക്ക് ടെക്നിക്കൽ സ്കില്ലുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് മിക്സിങ്ങിനെ പറ്റിയിട്ടൊക്കെ അറിയാം, കാര്യങ്ങളെന്താണ്, ടൂളുകളും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും, നിങ്ങൾ മിക്സിൻ്റെ കറക്ഷൻ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ എഞ്ചിനീയർ, റെക്കോർഡിങ് എഞ്ചിനീയർ എന്തായിക്കോട്ടെ, നിങ്ങൾ ഒരു റെക്കോർഡ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എഞ്ചിനീയേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഏത് മ്യൂസീഷ്യൻസിൻ്റെ കാര്യത്തിൽ ഇത് അപ്ലിക്കബിളാണ്. എന്ത് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മ്യൂസിക്കൽ ടേംസിൽ സംസാരിക്കുക. ഇതിന് എക്സെപ്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മൾ ടെക്നിക്കലായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ചില എക്സെപ്ഷൻസ് ഉണ്ടാവും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസിൽ എപ്പോഴും സിമ്പിൾ മ്യൂസിക്കൽ ടേംസിൽ സംസാരിക്കുക. ഈവൻ ദോ നിങ്ങൾക്ക് നല്ല ടെക്നിക്കൽ സ്കില്ലും നോളജും ഉണ്ടെന്നുണ്ടെങ്കിലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു മിക്സിനൊരു എഞ്ചിനീയർക്ക് കൊടുത്ത്, നിങ്ങൾക്ക് മിക്സ് ചെയ്യാനൊക്കെ അത്യാവശ്യം അറിയാം, പക്ഷേ നിങ്ങൾ വേറൊരു എഞ്ചിനീയറെ കൊണ്ട് മിക്സ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നു. സോ മിക്സിൻ്റെ ഫസ്റ്റ് കറക്ഷനായിട്ട് നിങ്ങൾക്കൊരു ഇപ്പോൾ സെക്കൻഡ് വേഴ്സിൽ അല്ലെങ്കിൽ സെക്കൻഡ് കോറസിലൊരു ബാക്ക്ഗ്രൗണ്ട് വോക്കൽ വരുന്നുണ്ട്, അത് കുറച്ച് ഹാർഷായിട്ട് പോകുന്നുണ്ട്. ഇതാണ് എക്സാമ്പിൾ എന്നായിരിക്കും. നിങ്ങൾ ഫസ്റ്റിൽ ഇതേമാതിരി തന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വെച്ച് തുടങ്ങണം, കഴിഞ്ഞ പോയിൻ്റ് പറഞ്ഞാൽ. അപ്പോൾ ആ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നേരെ പിന്നെ ആ സെക്കൻഡ് കോറസിനകത്ത് ആ ബാക്ക്ഗ്രൗണ്ട് വോക്കൽസ് വരുന്നില്ലേ, അതിനകത്ത് നമുക്ക് ആ ഒരു ഹൈ എൻഡിലൊരു 3Kൻ്റെയും 8Kൻ്റെ ഇടയിലൊരു മൾട്ടി ബാൻഡ് കംപ്രഷൻ ഇട്ടിട്ടൊരു 8:1 റേഷ്യോയിലൊന്ന് കംപ്രസ് ചെയ്ത് നോക്കിയാൽ ഒരു 3 dB കംപ്രസ് ചെയ്താൽ മതി, ഇങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് ഫ്രീക്വൻസി ഒക്കെ പറയും ചില ആൾക്കാർ. ആ ഒരു 250 റേഞ്ചിൽ വോക്കൽസിൽ ചെറിയൊരു മഡിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്, നീ അവിടെ നിന്നൊരു Pro Q3 എടുത്തിട്ട് ഒരു ഡൈനാമിക് EQ ഇട്ടൊന്ന് ചെറുതായിട്ട്, ഇങ്ങനെ പറയാൻ നിൽക്കരുത് എൻജിനീയേഴ്സിനോട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഭ്രാന്ത് പിടിക്കുക അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ അത് ഇപ്പോൾ എൻജിനീയേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു മ്യൂസീഷ്യൻസിൻ്റെ കാര്യത്തിൽ, ഇപ്പോൾ ഒരു സെഷൻ മ്യൂസീഷ്യനെ നിങ്ങൾ ഹയർ ചെയ്ത്, ഇപ്പോൾ ഒരു ഗിറ്റാറിസ്റ്റാണ്, ഈ ഗിറ്റാറിസ്റ്റിൻ്റെ ടെക്നിക്കൽ ടേംസ് പറയാൻ അറിയില്ല, എന്നാലും നിങ്ങൾക്ക് വേണ്ട പാർട്ടാണ് അയാളോട് പറയുക. ഇപ്പോൾ ഒരു ഗിറ്റാർ കൊണ്ട് ഇങ്ങനെ ഒരു ഹയർ ഓക്ടേവിൽ എന്തെങ്കിലും വായിക്കാൻ പറയുകയാണെന്ന് വെച്ചോ, അല്ല അങ്ങനെയാണ് നിങ്ങൾ പറയുക എന്ന് വെച്ചാൽ, ചേട്ടാ ഇങ്ങനെ ഒരു ഹയർ ഒക്ടീവിൽ നമുക്ക് ഇങ്ങനെ ഒരു പാർട്ട് ഒരു ലെയർ ആഡ് ചെയ്തല്ലോ, അങ്ങനെ പറയാം. ബാക്കി എന്താ പ്ലേ ഉണ്ട് എന്നുള്ളത് അയാളുടെ ഇൻപുട്ടാണ്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ അല്ലാതെ ചേട്ടാ ആ ഫ്രെറ്റിനകത്ത് ഒരു വിരൽ, ഈ ഫ്രെറ്റിനകത്ത് ഒരു വിരൽ, എന്നിട്ട് ഇങ്ങനെ ഈ ടെക്നിക്കിലൊന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയാളുടെ വർക്ക് ചെയ്യേണ്ട ഫ്രീഡമാണ്. അവിടെ കയറി ഇടപെടാൻ നിൽക്കരുത്. സോ ടെക്നിക്കലായിട്ട് സംസാരിക്കാൻ നിൽക്കരുത്. എപ്പോഴും നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് ആളോട് പറയുക, അതെങ്ങനെ അറ്റൈൻ ചെയ്യണം എന്നുള്ളത് അയാളുടെ ഫ്രീഡമാണ്. ഓക്കെ, ആ 2 പോയിൻറ്റുകളാണ് എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ബാക്കി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ എന്തെങ്കിലും പറയാം. ഈ 2 കാര്യങ്ങൾ ആലോചിക്കുക. എപ്പോഴും കോൺവെർസേഷൻ എപ്പോഴും ഒരു പോസിറ്റീവ് നോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ മ്യൂസിക്കൽ കറക്ഷൻസ് എപ്പോഴും മ്യൂസിക്കൽ ടേംസിൽ പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ എന്തെങ്കിലും, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഹാർഷ്നെസ്സാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പറയാം. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വോക്കൽസ് വരുന്ന സമയത്ത് കുറച്ച് കുത്തുന്നുണ്ട്, അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അല്ലാതെ ആ ഭാഗത്ത് ഈ പ്ലഗിൻ ഇട്ടിട്ട് ഇങ്ങനെ ആക്കാൻ പറ്റുക, അങ്ങനെ ചോദിക്കാൻ നിൽക്കരുത്. അതാണ് അതിൻ്റെ മര്യാദ. സോ
അതിനെപ്പറ്റി ഇതുവരെ ആലോചിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും. സോ യാ, താങ്ക്സ്.